ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഹൗ ടു കൺട്രോൾ ആങ്കർ എന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. കോപം അല്ലെങ്കിൽ ദേഷ്യം എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അനാവശ്യമായ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാം. കോപം ഒരുപാട് സമയം നമ്മുടെ ശരീരത്തിൽ നിന്നാൽ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. റിലേഷൻഷിപ്പിനെ എല്ലാം അത് സാരമായി ബാധിക്കുന്നു. നാം നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് ഹാനികരമാകുന്നത്. കോപം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നും മാറിപ്പോവുക, അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്ന കാര്യം എഴുതുക. ദേഷ്യം വരുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, എന്നിട്ടും കോപം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കിടക്കുക. കൂടുതലും നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ്. മനഃപൂർവ്വം തന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിയ ശേഷം വേറെയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. അപ്പോൾ തന്നെ നമ്മുടെ ദേഷ്യം ഒരുവിധം മാറിയിട്ടുണ്ടാവും. കൂടുതലായി നമുക്ക് ദേഷ്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ബുക്ക് എടുത്ത ശേഷം ദേഷ്യമുള്ള ആളിനോട് നാം പറയാനുള്ള കാര്യങ്ങൾ എഴുതുക. എല്ലാം എഴുതിയ ശേഷം ആ പേപ്പർ കീറിക്കളയുക. നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതാം. ആവശ്യമില്ലാതെ ഇമോഷൻസ് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ദൈവം നമുക്ക് തന്ന പലവിധ ഗുണങ്ങളിൽ ഒന്നാണ് ദേഷ്യം അല്ലെങ്കിൽ കോപം എന്ന വികാരം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെയും റിലേഷൻഷിപ്പിനെയും ഒക്കെ നശിപ്പിക്കാൻ ഈ ദേഷ്യം കാരണമാകുന്നു. ദേഷ്യം വരുന്നത് തെറ്റല്ല, ദേഷ്യം കൊണ്ടുവരുന്ന വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ദേഷ്യം വന്നാലും കഴിയുന്നതും മോശം വാക്കുകൾ പറയാതിരിക്കുക, അത് ബന്ധങ്ങൾ തകർക്കാതിരിക്കും. ദേഷ്യം ഒരു ചീത്ത ശീലമാണ്, പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ മറികടക്കുവാൻ അത് നമ്മെ സഹായിക്കും. ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് നമ്മെ മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷേ നമ്മുടെ ദേഷ്യത്തിൽ നിന്നും അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നു. ഒരു ദിവസം ആരോടും ദേഷ്യപ്പെടില്ല എന്ന ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് വിജയിപ്പിക്കുക. പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് ഈ ദിവസത്തെക്കുറിച്ച് ഓർത്താൽ മതി, ദേഷ്യം പെട്ടെന്ന് മാറുന്നു. നമുക്ക് മറ്റുള്ളവരോടുള്ള ഈഗോ ദേഷ്യമായി പ്രകടിപ്പിക്കാം. മറ്റുള്ളവരുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടാനാകാത്തതും ദേഷ്യത്തിന് കാരണമാകാം. ഇതെല്ലാം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് മെഡിറ്റേഷനിലൂടെയും എക്സസൈസിലൂടെയും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു നാളേക്കുള്ള ജീവിതത്തിനായി ദേഷ്യം, കോപം പോലുള്ള വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ നാം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.